മരണത്തിൽ നിന്നും ജീവനിലേക്ക് ഉയർപ്പിച്ച യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ്. സിനഗോഗ് അധികാരിയുടെ മകളെ സൗഖ്യപ്പെടുത്തുവാനുള്ള യേശുനാഥന്റെ യാത്രാമധ്യേ രക്തസ്രാവ സ്ത്രീ അവനെ സ്പർശിച്ച് സൗഖ്യം സ്വന്തമാക്കുകയും ഒടുവിൽ മരണമടഞ്ഞ 12 വയസ്സുള്ള ആ കുട്ടിയെ കർത്താവ് ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നതുമാണ് സുവിശേഷം. ധ്യാനം: സൗഖ്യത്തിൻ്റെ യാത്ര. 4 സത്യങ്ങളാണ് സൗഖ്യ യാത്രയുടെ നിദാനമായി നമുക്ക് പങ്കുവയ്ക്കുവാനാകുന്നത്. 1. ക്രിസ്തുവിൻ്റെ യാത്രകളെല്ലാം തന്നെ സൗഖ്യത്തിൻ്റെ യാത്രകളായിരുന്നു. 2. ക്രിസ്തുവിലേക്കുള്ള യാത്രയ്ക്കും ക്രിസ്തുവിൻ്റെ നമ്മിലേക്കുള്ള യാത്രയ്ക്കും ഒരർത്ഥമേ ഉള്ളൂ: സൗഖ്യം. 3. നമുക്ക് രക്ഷ നൽകുവാൻ വന്ന രക്ഷകൻ്റെ രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യമായാണ് സൗഖ്യത്തെ വചനം അവതരിപ്പിക്കുന്നത്. 4. സൗഖ്യത്തിൻ്റെ പൂർണ്ണത പുനർജീവിതമാണ് അഥവാ പുനർജീവനാണ്. ക്രിസ്തു ദൗത്യത്തിൻ്റെ 5 തലങ്ങൾ: 1. ദൈവരാജ്യം പ്രഘോഷിക്കുക, 2. വചനം പഠിപ്പിക്കുക, 3. പാപം മോചിപ്പിക്കുക, 4. സൗഖ്യം നൽകുക, 5. സാക്ഷ്യത്തിനായി അയക്കുക എന്നിവയായിരുന്നു. ക്രിസ്തുവിൻ്റെ പരസ്യജീവിത ദൗത്യത്തിൽ ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ സമ്പൂർണത സൗഖ്യം നൽകുന്നതിലേക്കാണ് കർത്താവ് എപ്പോഴും കേന്ദ്രീകരിച്ചിരുന്നത്. കർത്താവ് ചോദിച്ചു, സൗഖ്യപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? സൗഖ്യപ്പെട്ടവനോട് കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. 12 വയസ്സുള്ള രോഗാതുരയായ സിനഗോഗ് അധികാരിയുടെ മകളും 12 വർഷമായി രക്തസ്രാവം ബാധിച്ചിരുന്ന സ്ത്രീയും യേശുവിൻ്റെ സൗഖ്യയാത്രയുടെ 2 വശങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. 12 വയസ്സുള്ള പെൺകുട്ടിയെ സൗഖ്യപ്പെടുത്തുവാൻ അവളുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ക്രിസ്തുവും 12 വർഷമായി രോഗിയായിരുന്നവൾ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിബോധ്യത്തിൻ്റെ വിശ്വാസ സമർപ്പണവുമാണ് സുവിശേഷ നിദാനം. രണ്ടുപേരും ഒരുപോലെ ക്രിസ്ത്വാനുഭവം സ്വന്തമാക്കുന്നു. അവർ കടന്നു വരുന്നത് രക്ഷയ്ക്കരികിലേക്കാണ്. ക്രിസ്തുനാമത്തിൽ നാം നടത്തുന്ന ക്രിസ്തു അന്വേഷണ യാത്രകളിലൊക്കെയും ക്രിസ്തു കണ്ടുമുട്ടലുകൾ സുനിശ്ചിതമാണ്. പ്രധാനമായും നിഴലിച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യം ക്രിസ്തു ഇല്ലാത്ത സൗഖ്യ പരിശ്രമങ്ങളൊക്കെയും പരാജയങ്ങളാണ് എന്നതാണ്. 2 കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകമായി വിവക്ഷിക്കുന്നത്. 1. യേശുവിനെ കൊണ്ടുവന്ന് വീട്ടിലെ ബാലികയെ സൗഖ്യപ്പെടുത്തുവാൻ ശ്രമിച്ചവരുടെ പരിശ്രമം പരാജയപ്പെടുന്നു. കുട്ടി മരിക്കുന്നു. എങ്കിലും യേശു അവളുടെ വീട്ടിലേക്ക് യാത്ര തുടരുന്നു. 2. നിരവധി വൈദ്യന്മാരെ കണ്ട് രോഗിണിയായവൾക്ക് രോഗം ഭേദമാകാതെ വന്നപ്പോൾ ഒടുവിൽ അനുവാദമില്ലാതെ അവനെ സ്പർശിക്കുവാൻ അവളുടെ വിശ്വാസബോധ്യത്തിൽ നിന്നും രക്തസ്രാവ സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ വന്ന് സ്പർശിക്കുന്നു. യേശു പറഞ്ഞു, എന്നിൽ നിന്നും ശക്തി നിർഗളിച്ചിരിക്കുന്നു, ആരോ എന്നെ സ്പർശിച്ചു. ദൈവത്തിൻ്റെ ശക്തി നിനക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന തരത്തിൽ അത്ര കണ്ട് അത് നിനക്ക് വേണ്ടി അനാവൃതമാണ്. നിരാശയുടെ സമ്പൂർണതയിൽ നീ ആണ്ടാലും പ്രത്യാശയുടെ ഉദ്ധിതനാഥൻ നിനക്ക് എതിർവശമുള്ളപ്പോൾ ആ നാഥൻ്റെ ഒരു വിളിയിൽ നീ ജീവനിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. തലീത്ത കൂമി, ബാലികയെ എഴുന്നേൽക്കൂ. ഈ വാക്കുച്ചരിച്ചുകൊണ്ടാണ് കർത്താവ് മരണത്തിൽ നിന്നും അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചത്. ക്രിസ്തുവിനോടൊപ്പം നമുക്കും പ്രത്യാശയോടെ എഴുന്നേൽക്കാം. ക്രിസ്തുകരങ്ങൾ ഗ്രസിച്ചുകൊണ്ട് ഈ വിശ്വാസയാത്ര നമുക്ക് സൗഖ്യപ്പെട്ട് മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹൃദയത്തിനാഴത്തിൽ നിന്നും അറിഞ്ഞു ഞാൻ വിളിച്ചിടുമ്പോ എൻ വിളിയുടെ ആഴമറിഞ്ഞ് മറികടന്നു പോകാതെ ഹൃദയത്തിനാഴത്തിൽ നിന്നും
അറിഞ്ഞു ഞാൻ വിളിച്ചിടുമ്പോ വിളിയുടെ ആഴമറിഞ്ഞ് മറികടന്നു പോകാതെ എനിക്കായി മാത്രം ചുവടുറപ്പിച്ച് എന്തു ഞാനേകിടണം എനിക്കായി മാത്രം ചുവടുറപ്പിച്ച് എന്തു ഞാനേകിടണം ആ വാക്കിനാലേകിയ വിടുതലാണ് ആ വാക്കിനാലേകിയ വിടുതലാണ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസം പറഞ്ഞു നടന്നു ഞാനാ വസ്ത്രത്തിൻ വിളുമ്പിൽ തൊടും ആ നിമിഷമെന്മേലേക്കു നൽകി ശക്തിയാൽ വിടുതലുകൾ എൻ വിശ്വാസം പറഞ്ഞു നടന്നു ഞാനാ വസ്ത്രത്തിൻ വിളുമ്പിൽ തൊടും ആ നിമിഷമെന്മേലേക്കു നൽകി ശക്തിയാൽ വിടുതലുകൾ എനിക്കായി മാത്രം ചുവടുറപ്പിച്ച് ഏവരും കാണും വിധം എനിക്കായി മാത്രം ചുവടുറപ്പിച്ച് ഏവരും കാണും വിധം എന്നത്ഭുതമടയാളമായി മാറ്റിയേ എന്നത്ഭുതമടയാളമായി മാറ്റിയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എനിക്കായി മാത്രം ചുവടുറപ്പിച്ച് ഏവരും കാണും വിധം എനിക്കായി മാത്രം ചുവടുറപ്പിച്ച് ഏവരും കാണും വിധം ആ വാക്കിനാലേകിയ വിടുതലാണ് ആ വാക്കിനാലേകിയ വിടുതലാണ്